ഹലോ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. കാലത്ത് പിടിച്ച മീൻ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഷ് എന്താ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ മറ്റേ പൊള്ളിക്കാൻ പോകണം. മീനിനെ പൊള്ളിച്ചെടുക്കാൻ പോകണം. വാഴയിൽ പൊതിഞ്ഞിട്ട് പൊള്ളിച്ചെടുക്കുന്ന വീഡിയോ എടുക്കാൻ പോകുന്നത്. നമ്മൾ പോട്ടയൊന്നുമല്ല, പോട്ട പൊള്ളിക്കുന്നുണ്ട് നമ്മളില്ല എന്നല്ല. പോട്ട പൊള്ളിക്കുന്ന പോലെ തന്നെ നമ്മളത് ഒരു മീനിനെ വരാൽ നമുക്ക് കിട്ടി. അങ്ങനെ വരാൽ വെറൈറ്റി ആയിട്ട് ഒരു എല്ലാ മീനുകളും പൊള്ളിക്കുന്ന കേട്ടിട്ടുണ്ടാവും. അതായത് പോട്ട മീൻ അങ്ങനെയുള്ള വേറെ വെറൈറ്റി ഒക്കെ മീൻ നമ്മളതാ വരാലെടുത്തിരിക്കുന്നത് പൊള്ളിക്കാൻ. മെയിനായിട്ട് എടുത്തിരിക്കുന്നത് വരാലാണ്. അങ്ങനെ ഏകദേശം 2 കിലോ വരും. അതങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതങ്ങനെ നിർത്തി പൊള്ളിക്കാൻ പോകണ്ട. നേരത്തെ മറ്റേ ചെളുക്ക് കളഞ്ഞത് നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടൊരു വീഡിയോ ചെളുക്ക് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് കൊണ്ട് ചെയ്യുന്ന വീഡിയോ അത് ഏകദേശം നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തിന് മേലെ 2 ലക്ഷം വ്യൂസ് ആയിക്കഴിഞ്ഞു. നല്ല റെസ്പോണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബർ 1000 എടുക്കാനായിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കാരണമാണ്. ഇനി കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, നന്നായി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. പോയാൽ മതി. അപ്പോൾ നന്നായി നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരയിട്ട് കൊടുക്കാം കേട്ടോ. അതിനെ അപ്പോൾ വരയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടുത്തടുത്ത് വരയിടണം. അതായത് അടുത്തടുത്ത് വരയിട്ടാലേ മസാല ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് മീനിനെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതായത് പാതി വേവിൽ വറുത്തെടുക്കണം. എന്നിട്ട് നമുക്ക് വാഴയിൽ ചുറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പേസ്റ്റ് തയ്യാറാക്കണം കുറച്ച്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് വെളുത്തുള്ളി. അപ്പോൾ ഇഞ്ചി ഇടാം കേട്ടോ അടുത്തായിട്ട്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി കേട്ടോ. അടുത്തായിട്ട് കുരുമുളക് പൊടി കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ. കുറച്ച് ചെറുനാരങ്ങ നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല കുഴമ്പ് രൂപത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി മീൻ തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഉള്ളിക്ക് തേച്ച് കൊടുക്കണം കേട്ടോ. നല്ല നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. മസാലയായിട്ട് ഉള്ളിക്ക് നല്ല മസാല. കാലത്തൊക്കെ നന്നായിട്ട് തേച്ച് വരണം കേട്ടോ. നല്ല മസാല നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ മീനിൽ നമ്മൾ മസാല തേച്ച് കഴിഞ്ഞാലേ ഏകദേശം ഒരു അരമണിക്കൂറല്ല കൂടുതൽ വെച്ചാൽ നല്ലതാണ്. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ വെച്ചാലും മസാലയുടെ ടേസ്റ്റ് കിട്ടും. അതായത് ടേസ്റ്റ് കിട്ടാൻ ഒരു വെക്കാൻ വേണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ, നമുക്ക് സമയം കമ്മിയാണ്. അത് കാരണം നമുക്കൊരു അരമണിക്കൂർ വെക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തു. അപ്പോൾ മീൻ വെച്ച് കൊടുക്കാം നമുക്ക്. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഏകദേശം മൊഴിയുന്ന പോലെ ഇത് വെച്ച് കൊടുക്കുക. കുറച്ച് മേലെയൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട് അല്ലേ? വെന്തിട്ടുണ്ട്. അത്യാവശ്യം പകുതി വേവ് ഇട്ടാ. ഫുൾ വേവിൽ എടുക്കാൻ പറ്റില്ല, പകുതി വേവ്. കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കറിവേപ്പില എന്തിനിടുന്നത് പറഞ്ഞാൽ അടി പിടിക്കാണ്ടിരിക്കാനാണ്. നമ്മൾ മീൻ അടി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇടുന്നത്. വലിയ മീൻ വെക്കാം അല്ലേ? വലിയ മീൻ വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ മേലെ സോഫ്റ്റിന് വേണ്ടിയിട്ട്. ഇതാ ഏകദേശം ചട്ടിൻ്റെ ഒപ്പം എന്താ ചട്ടിനെയും കാട്ടിയുണ്ട് നീളം. അത്രയും വലിയ മീനാണ്. ഇത് തികയുന്നില്ല, അത് വെളിയിൽ നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വറുക്കാം. അത്ര മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് പുതിയനുള്ള മസാല തയ്യാറാക്കാം കേട്ടോ. ഏകദേശം എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്ക് പെരിഞ്ചീരകം കുറച്ച് ചേർക്കാം കേട്ടോ. നമുക്ക് പെരിഞ്ചീരകം മാത്രമല്ല ഉലുവപ്പൊടിയും ചേർക്കാം, പെരിഞ്ചീരകം ചേർക്കാം. ഇത് സ്മെല്ല് അത്യാവശ്യം അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില കേട്ടോ, അത് ചെറിയുള്ളി നന്നായി ഒന്ന് വറക്കണം. നമുക്കിതിൽ ചെറിയുള്ളിയും ചേർക്കാം, സവാളയും ചേർക്കാം. ഏകദേശം നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയുള്ളി തന്നെ ചേർക്കണം കേട്ടോ. ചെറിയുള്ളിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. മീൻ കറിക്കും എന്തിനാണെങ്കിലും, മീനിൻ്റെ എന്തെങ്കിലാണ് ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ എന്തിനായാലും ചെറിയുള്ളിയാണ് ടേസ്റ്റ്. ചെറിയുള്ളി വഴങ്ങിയിട്ടുണ്ട്, നന്നായി ഒന്ന് വഴക്കിയിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇഞ്ചി ചേർക്കാം കേട്ടോ. അടുത്തായി കുറച്ച് വെളുത്തുള്ളി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി വതക്കണവരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അടുത്തതായി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 5 പച്ചമുളക് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്തതായി തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത്ര മണം വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി കേട്ടോ, കുറച്ച് മതി. നമുക്കിതിന് ചേരുവിൻ്റെ കൂടെ വേണമെങ്കിൽ ഗരം മസാല കൂടി ചേർത്താം കേട്ടോ. നമ്മൾ പക്ഷേ ചേർക്കുന്നില്ല. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ മീനിനുള്ള ഉപ്പ് നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഴയിൽ നമുക്കൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. വാട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിതിൽ വറുക്കാൻ മീൻ വറുത്തില്ലേ, മീൻ വറുത്ത് എണ്ണേനെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാവും. ഈ എണ്ണയിൽ എടുത്തിട്ട് ഇതിൽ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. നമുക്കിനി തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. അതിൽ അപ്പോൾ നമ്മൾ കട്ടിക്കാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇളം തേങ്ങേൻ്റെയാണ് എടുത്തിരിക്കുന്നത്. 1ാം തരം എടുക്കണം കേട്ടോ. പൊഴിഞ്ഞിട്ട് നമ്മൾ 2ാം തരം എടുക്കാൻ പറ്റില്ല. 1ാം തരം പാൽ തന്നെ നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ 1ാം പാൽ നമ്മൾ ഒഴിച്ച് പറഞ്ഞാൽ ഒരുപാട് തിളയ്ക്കാൻ വിടാൻ പറ്റില്ല. നമ്മൾ വേഗം തന്നെ എടുക്കണം. നമുക്കെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കട്ടെ. അടിയിൽ വറുത്ത് വെച്ചാൽ നമുക്ക് മീനെടുത്ത് അതിലിടാം കേട്ടോ. എന്നിട്ട് മേലെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഒന്ന് കെട്ടി കൊടുക്കാം അല്ലേ? ആ കെട്ടി കൊടുക്കാം. ഇത് വലിയ മീനായതുകൊണ്ട് നീളത്തേക്ക് കിടക്കുന്നു കേട്ടത്. ആ ഇപ്പോൾ കട്ടിയെടുത്തിട്ടുണ്ട് ആദ്യം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നമുക്ക്. അപ്പോൾ പൊതിഞ്ഞ് വെച്ച വാഴയിൽ പൊതിഞ്ഞ് വെച്ചിടത്ത് വെക്കാം. ഒരെണ്ണം കൂടെ എടുത്ത് വെക്കാം കേട്ടോ. ഏകദേശം നമ്മൾ 10 മിനിറ്റോളം നമുക്ക് വാഴയിൽ അതിൽ വെക്കേണ്ടതാണ് കേട്ടോ. തിരിച്ച് മറിച്ച് ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അത് നമ്മൾ ലേറ്റായില്ലേ? ലേറ്റായി, നമ്മൾ ഇരുട്ടായി ഏകദേശം. ഫയർ. ഓ എന്താ മണം. വാ, എന്നൊരു പൊളി പൊളിക്കാം. ഏകദേശം ആയിട്ടുണ്ടിടുന്നത്. വാ മണം അടിപൊളി. രക്ഷയില്ല മണം. ഈ പീസാണ് സൂപ്പർ പീസായിരിക്കും. ചൈനീസ് മെത്തേഡാണ്.
എന്താ പോയിട്ടത് ചൈനീസ് മെത്തേഡ്. എണ്ണ ഒഴിച്ചാണ്? അല്ല, എണ്ണ ഒഴിച്ച് കത്തിച്ചാണ്. എന്താണെന്നറിയോ? ചിക്കോട് ചുറ്റും വേകട്ടെ വേണ്ടി അറിയാ. വെറൈറ്റി ആയിട്ട് നോക്കട്ടെ, നമുക്ക് എങ്ങനെയുണ്ട് നോക്കേണ്ടത്. ചൈനീസ് ബോബി എന്ന് വിളിക്കേണ്ടി വരുമോ? ബോബി പറയാൻ പറ്റില്ല. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യുന്നത്. എണ്ണ അടിച്ച് കത്തിച്ചാണ് മേലെ കിടക്കട്ടെ. എന്താ പറയുക, വാഴ ചിറ്റോട് ചുറ്റും കത്തട്ടെ വേണ്ടേ, എല്ലാവരും വേകട്ടെ. ആഹാ, എന്തായാലും അത് വെറൈറ്റി ആയി. എന്തായാലും വാഴയില്ലേ കിടക്കട്ടെ, ഉള്ളൊന്നും കരിയില്ലല്ലോ. അതെ അതെ, വെറൈറ്റി ആയിട്ട് കിടക്കട്ടതാ. നിർത്തി. മാസ് ബോബേട്ടൻ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇരുട്ടല്ല, എന്തായാലും നമ്മൾ വിടില്ല. നമ്മൾ കഴിക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അത് ഉണ്ടാക്കിയിട്ടേ വിടുകയുള്ളൂ. റെഡി ഉണ്ട് അല്ലേ? റെഡിയാക്കും. അപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, മൂക്ക് വലിച്ചു കയറ്റും. വിശന്നിട്ട് അതിനു മീതെ അടുത്ത് വെച്ചിട്ട് വേഗം കഴിക്കാനുള്ള ഒരു ധൃതിയിലാണ്. രാത്രിയായി, നമ്മൾ എന്തായാലും വിടില്ല. നമ്മളിത് കഴിച്ചിട്ടേ വിടുകയുള്ളൂ പറഞ്ഞു. രാത്രിയല്ല, മഴയല്ല, എന്തായാലും നമ്മൾ അത് വിടാനുള്ള ഉദ്ദേശമില്ല. നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ തുറന്ന് നോക്കാം. അസൽ മണമൊക്കെ വരുന്നത്, നല്ല മണമൊക്കെ വരുന്നത് നമുക്ക് തുറന്ന് നോക്കാം. വലിയ മീനാണ് ആദ്യമായിട്ട് തുറന്ന് നോക്കാം. വരാല് കേട്ടാ. ഒന്നും പറയാനില്ലതാ. നന്നായി വന്നിട്ടുണ്ട്. രക്ഷയില്ല, നന്നായി വന്നിട്ടുണ്ട്. ഇതാ രക്ഷയില്ല. രക്ഷയില്ല. പഞ്ഞു പോലെ അല്ലേ? പഞ്ഞു പോലെ വന്നിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ട്. വള കഴിച്ച് നോക്കാം നമുക്ക്. തുറന്ന് നോക്ക്, മണം അങ്ങനെ ഉണ്ട് നോക്ക്. എനിക്ക് നല്ല മണം. ഇത് തുറന്ന് നോക്ക്. എനിക്കും നല്ല മണം വരുന്നുണ്ട്. ചൂട്, നല്ല ചൂടുണ്ട് കേട്ടാ. ഓ ഷോ, രക്ഷയില്ല. നോക്കുന്നത് പോട്ട അല്ലേ? പോട്ട തിലോപ്പിയ അല്ലേ? ബന്ധിക്കുന്നു നോക്കട്ടാ. റെസിപ്പി ഇതാ. സോഫ്റ്റ്. ഇവിടെ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടാ? അടിപൊളി. രക്ഷയില്ലാട്ടാ. അടിപൊളിയുണ്ടാ? അടിപൊളി. മസാലയും ഒക്കെ എടുത്തിട്ടാ. രക്ഷയില്ല. ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളിയല്ലേ? മസാലയും കൂടി ചേർന്ന് തേങ്ങാപ്പാലും കൂടി രക്ഷയില്ല. ഒന്നും പറയാനില്ല. അപ്പൊ എന്താണ് ബോബേട്ടൻ കുക്ക് ചെയ്ത പിന്നെ തെറ്റാറില്ല. ഒപ്പീനിയൻ ഇല്ലാന്ന് പറയണേ. വീണ്ടും കൂക്കാ ബോബേട്ടാ. ഷെഫ് ബോബി അല്ലേ? തേങ്ങാപ്പാലിലെ ടേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് അറിയുന്നുണ്ട്. എനിക്ക് വരാനുള്ള ടേസ്റ്റ് തോന്നുന്നു. പറഞ്ഞാൽ അവർക്ക് വരാനില്ല, വരാനുള്ള ടേസ്റ്റ് അതല്ലേ? അതായത് തിലോപ്പി പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വരാതെ കഴിച്ചിട്ടില്ലാരും, അതായത് ഉണ്ടാക്കാറില്ല. അപ്പോൾ തിലോപ്പിൻ്റെ ടേസ്റ്റ് കൂടുതൽ തോന്നുള്ളൂ. പോട്ട ഒരു രക്ഷയില്ല. അതും പാലക്കാട് പോട്ട കഴിക്കണം. അവിടെയാണ് ടേസ്റ്റ്. കേരളത്തിൽ എവിടെ കഴിച്ചാലും കിട്ടാത്ത ടേസ്റ്റ് ഇവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് തിലോപ്പി തേങ്ങാപ്പാൽ ഇടുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ രീതിയിൽ മാറുന്നു. ഒരു രക്ഷയില്ലാട്ടാ. നമ്മള് ഫ്രൈ ചെയ്തില്ലേ ബോബേട്ടാ? ആദ്യം ഫ്രൈ ചെയ്തപ്പോ കുറച്ച് ക്രിസ്പായി. അത് കഴിഞ്ഞ് നമ്മള് വാഴയിലിട്ട് വേവിച്ചില്ലേ, സോഫ്റ്റ് ആയിട്ട് മാറി. ക്രിസ്പും മസാലന്റെയും ഉള്ളിന്റെ ഒക്കെ ഒരു രക്ഷയില്ലാത്ത സാധനല്ലേ? ഒരു രക്ഷയില്ല. വേറെ ഗസ്റ്റും കൂടി ഉണ്ട് ടേസ്റ്റ് ചെയ്യാൻ. അവിടെ മരുമോൻ വന്നിട്ടുണ്ട് കേട്ടോ. മരുമാനുണ്ട് കേട്ടോ. ഫ്ലാഷ് അടിച്ച് നിൽക്കണ ലൈറ്റ് ഇരുട്ടായതുകൊണ്ട് മരുമാനുണ്ട്. അത് മരുമാനും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. അവൻ മാമ ഞാനൊന്നും വരുന്നു, എനിക്ക് മീൻ കഴിക്കണം വേണ്ട എന്നോട് വന്നാണ്. അത് വൈകിട്ടാ പേര് അവൻ്റെ. അപ്പോൾ അവൻ തന്നെ തുറന്ന് അവൻ തന്നെ കഴിക്കട്ടെ. എങ്ങനെയുണ്ട് അവൻ തന്നെ അഭിപ്രായം പറയട്ടെ. എങ്ങനെയുണ്ട് മാമ വെച്ച് കറി നോക്ക് കഴിച്ചിട്ട്. സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. നന്നായിണ്ടാ? മാമ വെച്ച് പറയണ നല്ല ടേസ്റ്റ് പറയണേ. മാമനായതുകൊണ്ട് നല്ലത് പറയാണ്. അവൻ സത്യസന്ധമായിട്ട് പറയണം. നന്നായിണ്ടാ? നന്നായി. ഇതെന്ത് മീനാണ് പറ? ജിലേബി. കരിപ്പൊടി. അതെ. ഇഷ്ടപ്പെട്ടാ? കഴിച്ചു നോക്ക്. ഇഷ്ടപ്പെട്ട പറഞ്ഞ മുഖത്തിൽ ഒരു വലിയ ഇതൊന്നും കാണാനില്ല. അല്ല, അവനെ ക്യാമറ ഫേസ് ചെയ്യല്ലേ? ചൂട് എന്താ ചൂട്. മാവ് പോലെതാ, ഫെസ്റ്റ് പോലെ മസാല. മസാല കൊടുത്തിട്ട് ഇതിന് ചോറ് വേണ്ട തോന്നുന്നു അല്ലേ? ചോറ് അങ്ങനെ മീൻ കഴിച്ച ചോറേ വേണ്ട. മീൻ വെച്ച് തിന്നോ? അതെ അല്ലേ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ലടാ? അത് സൂപ്പറായിട്ടുണ്ടാ? മാമ്പ വെച്ച കറി എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടാ? അതാ നല്ല ടേസ്റ്റ് ഉണ്ടാ? അതാ നോണ പറയാ. സത്യത്തില്ല.
ഷെഫ് ബോബി മാമ എന്ന് വിളിച്ചാൽ മതി അല്ലേ? അവിടെ കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയില്ലേ? ഇഷ്ടപ്പെട്ടു തുടങ്ങി. അല്ല, നമ്മൾ വെക്കുന്ന പല വിചാരം ഉണ്ടാവും, വലിയവർക്ക് മാത്രം ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ, നല്ല എരിവൊക്കെ ഉണ്ടാവും. പക്ഷെ പിള്ളേർക്ക് ഇഷ്ടപ്പെടും അല്ലേ? ഇഷ്ടപ്പെടും. ആ വീഡിയോ ഒന്നും ശ്രദ്ധിക്കണില്ല, അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചോ. രാത്രിയാണ്, പക്ഷെ വിശപ്പിനും ഒരു രക്ഷയില്ല, ടേസ്റ്റിനും രക്ഷയില്ല. സമയമായതുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഒരുപാട് ഇരുട്ടായി നമുക്ക് ഇതെല്ലാം കുറച്ചും കൂടി കഴിച്ചിട്ടുണ്ട്. നമ്മൾ 6-7 പോലും നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇതൊരു 3-4 ഉണ്ട്. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മയർക്കും എല്ലാവർക്കും കൊടുക്കാം. പിള്ളേരൊക്കെ ഉണ്ട് അവിടെ, അവർക്ക് കൊണ്ട് കൊടുക്കാം.